കൊല്ലത്ത് കള്ളക്കടൽ പ്രതിഭാസം. ശക്തമായ തിര റോഡിലേക്ക് അടിച്ചു കയറുന്നുവെന്ന് ദിലീപ് പറയുന്നു. രാത്രിയിലും ശക്തമായ കടൽക്ഷോഭമുണ്ടായി. ഇപ്പോഴും ശക്തമായ തിരയടിക്കുന്നു. കൊല്ലം ബീച്ചിൽ നിന്ന് ദിലീപ് ദേവസ്യ ആ ദൃശ്യങ്ങൾ പകർത്തി പ്രേക്ഷകർക്കൊപ്പം ചേരും. ദിലീപ്, വെരി ഗുഡ് മോർണിംഗ് ദിലീപ്. എപ്പോഴാണ് കള്ളക്കടൽ പ്രതിഭാസം തുടങ്ങിയത്? നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കാം എന്ന് തോന്നുന്നു. ഈ കള്ളക്കടൽ പ്രതിഭാസം വളരെ പെട്ടെന്ന് തിരയടങ്ങി ആദ്യം തിര ഉള്ളിലേക്ക് പോകും, അതിനുശേഷം തിര വളരെ ശക്തിയോടുകൂടി കരയിലേക്ക് അടിച്ചു വരികയും ചെയ്യും. കാലാവസ്ഥ എങ്ങനെയാണ് ദിലീപ്? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. കാലാവസ്ഥ തെളിഞ്ഞ കാലാവസ്ഥയാണ്. പക്ഷേ ഇവിടെ സ്ഥിതി അത്ര ശുഭകരമല്ല. വലിയ തോതിലുള്ള തിരയാണ് റോഡിലേക്ക് അടിച്ചു കയറുന്നത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, ആ തിര ഇങ്ങെത്തിക്കഴിഞ്ഞു. മാത്രമല്ല, നമുക്ക് ദൃശ്യങ്ങളിൽ മറ്റൊന്ന് കാണിക്കണം. തിര ഇന്നലെ രാത്രി വന്നതാണ്. ഇവിടേക്കെല്ലാം സ്ഥലങ്ങളിലേക്കും ഇവിടെ തിര എത്തി. ഈ നാട്ടുകാരൊക്കെ കിടക്കുന്ന സ്ഥലമായിരുന്നു. അതായത് ഈ കടപ്പുറത്ത് ആളുകൾ കിടക്കുന്ന ഭാഗത്തേക്കൊക്കെ വെള്ളം വന്ന് കയറുകയും ഇതാ ഈ റോഡിൻ്റെ വശത്ത് വരെ ഇപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്നലെ രാത്രി ശക്തമായ തിരയായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. ഇവിടുത്തെ ആളുകൾ തന്നെയാണ് പറയുന്നത്. കാരണം ഈ ഭാഗത്ത് നിരവധി ആളുകൾ അവിടെ ലോറി, നാഷണൽ പെർമിറ്റിൽ ലോറികളിൽ നിന്നൊക്കെ ദീർഘദൂര സർവീസ് നടത്തുന്ന ലോറികളാണ് അവരൊക്കെ. അവിടെ നിന്നൊക്കെ വന്ന ആളുകൾ ഇവിടെയാണ് കിടക്കുന്നത്. ഇന്നലെ കിടക്കുന്ന സമയത്ത് പലരുടെയും മൊബൈൽ ഫോൺ അടക്കം നഷ്ടപ്പെടുകയും വെള്ളത്തിൽ കേടാവുകയും ചെയ്തു. കൂടാതെ ഈ തോണിയൊക്കെ ഇവിടെ ഇങ്ങനെ സൈഡൊക്കെ. ചേട്ടാ, നമുക്ക് അങ്ങോട്ട് പോവാം ചേട്ടാ. ഒരു മത്സ്യത്തൊഴിലാളികളുണ്ട്. ഡോക്ടർ അരുൺകുമാർ, വലിയ രീതിയിൽ ഇതിങ്ങനെ ഉണ്ടാകാറുണ്ടോ മുമ്പ്? ഇത് ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ഇത് 2-3 വർഷമൊക്കെ കൂടുമ്പോഴും ഇങ്ങനെ ഈ വേലിയേറ്റമുണ്ട്. വേലിയേറ്റം വരുമ്പോഴും ഇങ്ങനെയൊക്കെ ഈ വെള്ളം ഇവിടം വരെയൊക്കെ വന്ന് നിൽക്കും. ഈ റോഡിലേക്ക് അടിച്ചു റോഡിലേക്ക് ഇങ്ങനെ അടിച്ചു അടിച്ചാൽ ഡിവൈഡ് ഇല്ലായിരുന്നുണ്ടെങ്കിൽ അങ്ങ് പോയെങ്കിൽ അങ്ങ് പോകും. ഒന്ന് അങ്ങോട്ടും കൂടെ കാണിക്കാം. പിന്നെ ഇത് ഇന്നലെ രാത്രി നിങ്ങൾ ഇന്നലെ രാത്രി 11 മണിക്കാണ് ഇത് ഈ വേലിയേറ്റം ഉണ്ടായത്. ഇത് 2-3 വർഷമൊക്കെ കൂടുമ്പോഴും ഇങ്ങനെ കയറും. ഷെഡിൽ നിങ്ങൾ ഇത് ഇവര് കിടക്കുന്നതല്ല, ഇവരൊരു വീടാണ്. ഇവരുടെ വീട് അവിടെ പണിയാണ്. വീടാണോ? അവരുടെ വീട് അവിടെ പണിയുന്നുണ്ട്. കോർപ്പറേഷൻ്റെ അംഗീകാരം മേടിച്ചിട്ട് അവർ വെച്ച വീടാണ്. താൽക്കാലികമായിട്ട്. ഡോക്ടർ അരുൺകുമാർ, ഇതൊരു താൽക്കാലിക ഭവനമാണ്. ഇവിടെ ആളുകൾ അവിടെ ഒരു വീട് ഉണ്ടാക്കുന്നുണ്ട്. കോർപ്പറേഷൻ അനുമതിയോടൊക്കെ വാങ്ങി ഇവിടെ താൽക്കാലികമായി കിടക്കുന്ന ഒരു വീടായിരുന്നു. ഈ വീട്ടിലേക്ക് നോക്കൂ, വെള്ളം അടിച്ചു കയറി. ഇതാ കാണുന്നത് റോഡാണ്. ആ റോഡിലേക്കും വെള്ളം ശക്തമായി അടിച്ചു കയറുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ശക്തമായ തിരയായിരുന്നു ഇന്നലെ രാത്രി മുതൽ ഈ സമയം അത്രയും ഇവിടേക്കുണ്ടായത്. രാത്രിയിൽ കാലങ്ങളിൽ ആളുകൾ കിടക്കുന്ന ഒരു ഇവിടെ ഇരുന്ന വലകളും വള്ളങ്ങളും എല്ലാം പലകളെല്ലാം വേലിയേറ്റ സമയത്ത് ഇതുപോലെ ഉണ്ടാകാറുണ്ട്. ശക്തമായിട്ടുണ്ടാകാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഭീഷണിയില്ല? ഇതൊന്നും പെട്ടെന്ന് വരുന്ന സംഭവം. നിങ്ങളിവിടെ കിടക്കുന്ന ആളുകൾ, നിങ്ങളുടെ തൊഴിൽ സാധനങ്ങൾ, അതായത് ബോട്ട്, വള്ളങ്ങൾ, വലകളെല്ലാം ഒഴുകി ഇങ്ങനെ പോയിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ വലകൾ കാണിക്കാൻ നോക്കൂ. ഇന്നലത്തെ ഡോക്ടർ അരുൺകുമാർ ഇത് കണ്ടോ? ഇവരുടെ വലകളാണ്. ഈ വലകളെല്ലാം തന്നെ ഇത്തരത്തിൽ മണ്ണിൻ്റെ ഇതിലേക്ക് ഉള്ളിലേക്ക് പോയി രാത്രി പെട്ടെന്നെത്തിയ തിരയായിരുന്നു. അതിൽ വലിയൊരു നഷ്ടം. ചേട്ടാ, ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു ഈ സമയത്ത്? ഞാൻ ഈ സമയം ഇല്ലായിരുന്നു. ഭയങ്കര കടലേറ്റായിരുന്നു. ഒരു 5 മണിയോടുകൂടി, അല്ല ആദ്യം ഫസ്റ്റ് കയറിയായിരുന്നു 2 മണി. പിന്നെ അതിനുശേഷം ഒരു 4-4:30യോടുകൂടി പിന്നെ ഭയങ്കരമായ ഏറ്റമായിരുന്നു, വലിയ ഏറ്റമായിരുന്നു. കൊല്ലം നമ്മുടെ ബീച്ച് പ്രദേശത്ത് മാത്രമാണോ, വേറെ എവിടേക്കെങ്കിലും ഇതുപോലെ? ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഇതിപ്പോൾ വാർത്തയിലുണ്ടായിരുന്നല്ലോ ഇങ്ങനെ കടലേറ്റം ഉണ്ടാവും. അതിനെ തുടർന്നുള്ള എന്തെങ്കിലും വേലിയേറ്റം അങ്ങോട്ടൊക്കെ ഇതുപോലെ വെള്ളം കയറി അങ്ങ് അറ്റം വരെ ഉണ്ട്. ഇവിടെ ആ ഭാഗത്തേക്ക് പോലും അത്തരം ഇത് വാടി കടപ്പുറത്തേക്ക് പോകുന്ന ഭാഗമാണ്. അങ്ങോട്ട് ആ ഭാഗത്തേക്ക് പോലും ഇത്തരത്തിൽ റോഡിലേക്ക് വെള്ളം അടിച്ചു കയറുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർ അരുൺകുമാർ, ഓക്കെ, റോഡ് സൈഡ് വരെ അടിച്ചിട്ടുണ്ട്. സാധാരണ ഇങ്ങോട്ടൊന്നും തിരയടിച്ച് കയറാത്തതാണ്. അവിടെയാണ് വേലിയേറ്റ സമയത്ത് കടൽ കയ്യേറ്റം ഉണ്ടായിരിക്കുന്നത്. കടൽ കയ്യേറ്റം എന്ന് നമുക്ക് പറയേണ്ടി വരും. നമ്മൾ പല കയ്യേറ്റങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ? പക്ഷേ വേലിയേറ്റ സമയത്ത് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ബുദ്ധിമുട്ടുണ്ടാവുന്നത് ഈ മത്സ്യത്തൊഴിലാളികളുടെ സാധന സാമഗ്രികളൊക്കെ പെട്ടെന്ന് തിരയടിച്ച് വരുമ്പോൾ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. മണ്ണ് മൂടിപ്പോകും. അതാണിപ്പോൾ ദിലീപ് ദേവസ്യ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ ഇത് വേലിയേറ്റ സമയത്തുണ്ടാകുന്നൊരു പ്രതിഭാസമാണ്. കടൽ കയ്യേറ്റം എന്നാണ് നാട്ടുകാരൊക്കെ സാധാരണ പറയാറുള്ളത്. കടൽ കയ്യേറി എന്ന് പറയും. പക്ഷേ അതങ്ങ് ഇറങ്ങിപ്പോകും കുറച്ച് കഴിയുമ്പോൾ. പക്ഷേ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല എന്ന് മാത്രം. റോഡ് വരെ ഈ കടൽ തിരയടിച്ച് കയറി വരാറുണ്ട്. വേലിയേറ്റ സമയത്തുണ്ടാകുന്നൊരു പ്രതിഭാസമാണ്.